നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ എ.കെ.ജി സെന്ററിൽ ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനവും തിരുത്തലുകളും. തോൽവിയെക്കുറിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ട് പൂർണ്ണമായി അംഗീകരിക്കാൻ സംസ്ഥാന കമ്മിറ്റി തയ്യാറായില്ല. താഴെത്തട്ടിലുള്ള വികാരങ്ങൾ വകവയ്ക്കാതെ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കടുത്ത നിലപാട് സ്വീകരിച്ചതോടെ 3 സുപ്രധാന വിഷയങ്ങളിൽ വൻ തിരുത്തലുകൾ വരുത്താൻ നേതൃത്വം നിർബന്ധിതരായി. കണ്ണൂരിലെ ആന്തൂർ നഗരസഭ വിവാദ നായിക PK ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതും, വെള്ളാപ്പള്ളി നടേശനോട് കാണിച്ച അനാവശ്യ മൃദു സമീപനം, ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ K പത്മകുമാറിനെ സംരക്ഷിച്ച നിലപാട് എന്നിവയാണ് റിപ്പോർട്ടിൽ പുതിയതായി കൂട്ടിച്ചേർത്തത്. ഇതിനു പുറമെ പാർട്ടി ഉയർത്തിയ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ജനങ്ങൾ പുച്ഛിച്ചു തള്ളിയെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. പ്രവാസി വ്യവസായി സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദത്തിലാവുകയും പാർട്ടിക്ക് വലിയ രീതിയിൽ ജനരോഷം നേടിക്കൊടുക്കുകയും ചെയ്ത ആന്തൂർ മുൻ നഗരസഭാ അധ്യക്ഷ PK ശ്യാമളയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയുണ്ടാക്കിയെന്ന് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ടിൽ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായും സമിതി ഇടപെട്ട് തിരുത്തിയത്. മണ്ഡലം കമ്മിറ്റിയിൽ എതിർപ്പുയർന്നിട്ടും PK ശ്യാമള തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായത് എങ്ങനെയെന്ന് സംസ്ഥാന സമിതിയിൽ ചോദ്യമുയർന്നു. കടുത്ത വിമർശനത്തിന് പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയോട് നിർദ്ദേശിച്ചു. ജാതി സമവാക്യവും BJP കോൺഗ്രസ് ഡീലും SIR-ഉം ഒക്കെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPM നേതൃത്വത്തിന്റെ പതിവ് പഴികളൊക്കെ ഇത്തവണ വിലപ്പോയില്ല. പത്മകുമാറിനെതിരെ നടപടിക്ക് CPM തയ്യാറെടുക്കുന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ടിൽ CPM സംസ്ഥാന സമിതി 3 പ്രധാന തിരുത്തൽ വരുത്തിച്ചതിലൂടെയാണ്. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ സംസ്ഥാന സമിതിയിൽ കടന്നാക്രമണമുണ്ടായി. സ്വർണ്ണക്കൊള്ള ആരോപണം തെരഞ്ഞെടുപ്പ് റിവ്യൂ റിപ്പോർട്ടിൽ സംസ്ഥാന നേതൃത്വം മയപ്പെടുത്തിയിരുന്നു. നടപടി പരാമർശിക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് സംസ്ഥാന കമ്മിറ്റി ശഠിച്ചു. അതേസമയം പത്മകുമാർ അംഗത്വം പുതുക്കിയിരുന്നില്ല. വെള്ളാപ്പള്ളിയെ തള്ളി പറയാതെയായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചത്. കടുത്ത വിമർശനത്തിന് പിന്നാലെ വെള്ളാപ്പള്ളിയുടെ ന്യൂനപക്ഷ പ്രസ്താവനയ്ക്കെതിരെ പാർട്ടി അന്ന് പ്രസ്താവന നടത്തേണ്ടതായിരുന്നു എന്ന് നേതൃത്വത്തിന് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെയാണ് വെള്ളാപ്പള്ളിയെ തള്ളിയത്. എന്തായാലും PK ശ്യാമളയുടെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തിലും പാർട്ടി സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തെ തിരുത്തുകയായിരുന്നു. കടുത്ത വിമർശനമാണ് ശ്യാമളയുടെ കാര്യത്തിൽ സംസ്ഥാന സമിതിയിൽ ഉണ്ടായത്. മണ്ഡലം കമ്മിറ്റിയിലെ 73 പേരിൽ 70 പേരും PK ശ്യാമളയ്ക്ക് എതിരായിട്ടും അവർ സ്ഥാനാർത്ഥിയായത് ഞെട്ടിച്ചെന്ന് കാസർഗോഡ് നിന്നുള്ള അംഗം സംസ്ഥാന സമിതിയിൽ പറഞ്ഞു. പാർട്ടി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകനം റിപ്പോർട്ട് ചെയ്ത തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നേതൃമാറ്റത്തിന് വേണ്ടി ആവശ്യമുയർന്നു. പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറണമെന്ന ആവശ്യമാണ് ഉയർന്നത്. MV ഗോവിന്ദനെ മുന്നിലിരുത്തിയാണ് നേതൃമാറ്റ ആവശ്യം.